നമസ്കാരം, ഞാൻ ഉണ്ണി വിജയമോഹൻ. മുൻപ് അർത്ഥമറിയാതെ നമ്മൾ ഉപയോഗിച്ച കുറേയധികം വേർഡുകളെ അതിൻ്റെ അർത്ഥം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഉദാഹരണം സോറി, ഹലോ, ഹോസ്പിറ്റൽ, സർ, ഓക്കെ, അങ്ങനെ നിരവധി വേർഡുകളുടെ ഒരർത്ഥം നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വേർഡുകൾ വന്നത്, എങ്ങനെയാണത് ഉപയോഗിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയെന്നും ഒക്കെ ഉള്ള പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നിതാ പുതിയൊരു വേർഡുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ അമർത്തി വീണ്ടും എൻ്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വേർഡ് ക്നാപ്പൻ എന്നാണ്. പഴയ ആൾക്കാർ വായിക്ക് കൊള്ളാത്തവന്മാരെ അല്ലെങ്കിൽ വായിക്ക് കൊള്ളാത്തവരെ വിളിക്കുന്ന ഒരു വേർഡായിരുന്നു ക്നാപ്പൻ. ഇന്ന് യുവതലമുറ ആ വേർഡ് മാറ്റി മൊണ്ണ എന്നാക്കിയിട്ടുണ്ട്. 80കളിൽ ഭരതൻ സാർ സംവിധാനം ചെയ്ത തകര എന്ന സിനിമ വന്നതിന് ശേഷം ഈ വായിക്ക് കൊള്ളാത്തവരെ തകര എന്ന് വിളിക്കാൻ തുടങ്ങി. എങ്കിലും ക്നാപ്പൻ ഇന്നും പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേർഡാണ്. ക്നാപ്പൻ എന്ന് പറഞ്ഞാൽ വായിക്ക് കൊള്ളാത്തവൻ എന്ന അർത്ഥം. ഈ ക്നാപ്പൻ എന്നുള്ള വേർഡ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാനിവിടെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോ ഈ ക്നാപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രിട്ടീഷ് ഭരണകാലത്ത് 1891 കാലഘട്ടത്തിൽ മലബാർ കളക്ടറായിരുന്ന സർ ആർതർ റോളണ്ട് ക്നാപ്പ് എന്നൊരു സായിപ്പായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇയാളൊരു ക്നാപ്പനായിരുന്നു. കാര്യം ഒരു വായിക്കും കൊള്ളത്തില്ല. കളക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്തെങ്കിലും ഒന്നിനും വായിക്ക് കൊള്ളാത്തൊരു ആള്. ജനങ്ങൾ അയാളെ കളിയാക്കി ക്നാപ്പൻ 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 എന്ന് വിളിച്ചു തുടങ്ങി. ആ ക്നാപ്പനാണ് പിൽക്കാലത്ത് പഴയ ആൾക്കാർ ക്നാപ്പൻ, വായിക്ക് കൊള്ളാത്തമാരെ ക്നാപ്പൻ ക്നാപ്പൻ എന്ന് വിളിച്ച് കളിയാക്കിയത്. ഇന്നും യുവതലമുറ ക്നാപ്പൻ എന്നും വിളിക്കാറുണ്ട്, മൊണ്ണയെന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഈ ക്നാപ്പന്മാര് ഇപ്പൊ നമ്മളെ രാഷ്ട്രീയ രംഗത്ത് ധാരാളമുണ്ട്, സിനിമാ രംഗത്ത് ധാരാളമുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ ധാരാളമുണ്ട്. അതായത് ഒരു വായിക്കും കൊള്ളത്തില്ലെങ്കിലും അർഹതയില്ലാത്ത പല സ്ഥാനങ്ങളിലും കയറിയിരിക്കുന്ന പലരെയും വ്യാഖ്യാനിക്കുന്ന ഒരു വേർഡാണ് ക്നാപ്പൻ. അപ്പം ക്നാപ്പൻ എന്ന ഈ വേർഡ് എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ട് കാണും. അപ്പോൾ ആദ്യമായാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ വരുത്താൻ ശ്രമിക്കുക. അപ്പോൾ ക്നാപ്പൻ എന്ന വേർഡ് എങ്ങനെ വന്നു എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1891 മലബാർ കളക്ടറായിരുന്ന സർ ആർതർ റോളണ്ട് ക്നാപ്പ് എന്നൊരു സായിപ്പ്. അപ്പോൾ ഈ ആർതർ റോളണ്ട് ക്നാപ്പ് എന്ന ആള് കളക്ടറായിരുന്നുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത ചില പരിപാടികൾ ചെയ്ത് ജനങ്ങളെ അയാളെ കളിയാക്കി ക്നാപ്പൻ ക്നാപ്പൻ ക്നാപ്പൻ. ഇന്ന് സമൂഹത്തിൽ ധാരാളം ക്നാപ്പന്മാരുണ്ട്. അപ്പൊ ആ ക്നാപ്പന്മാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്.